രേണുവിനെ ഞാനിപ്പോ എടുത്ത് പുറത്തിട്ടാൽ അത് എനിക്ക് പണിയായിട്ട് തിരിച്ചു വരും. ഇന്നലെ ഞാൻ നടത്തിയ ആ ഒരു പരാമർശവും എല്ലാം കൂടി ആയിട്ട് ഓരോരുത്തർ പടച്ചു വിടും. ആര്യനോട് നമ്മുടെ അക്ബർ ഇപ്പൊ ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇത് അക്ബർ പറഞ്ഞതിന് ശേഷം അപ്പാനി ശരത്ത് അതിലൂടെ വന്നിട്ട് പറയുന്നു, ഞാൻ ഓർത്തു നീ ശൈത്യനെ സേവ് ആക്കിയിട്ട് ഡോക്ടറെ എടുത്ത് പുറത്തിടുമെന്ന്. അവള് ഉറക്കപ്രാന്തിയാണ്, അവൾ ഉറങ്ങുമ്പോൾ എളുപ്പത്തിൽ എടുത്ത് കൊണ്ടുപോയി പുറത്തിട്ടാൽ മതി, ആ റെഡ് ലൈൻ അപ്പുറത്തിട്ടാൽ മതി, വെയിറ്റും കുറവാണ്. ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ബിന്നിയെ ഉറങ്ങത്തൊന്നുമില്ല, അതുകൊണ്ട് ബിന്നിയെ പുറത്തിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അക്ബർ പറയുന്നത്. പിന്നെ അനീഷിനെ പുറത്താക്കാത്തതിന് ഒരു റീസണും അക്ബർ പറയുന്നുണ്ട്. അയാളെ എടുത്ത് പുറത്തിട്ടാൽ അയാൾ സ്റ്റാർ ആയിട്ട് അകത്തേക്ക് തിരിച്ചു വരുള്ളൂ. പിന്നെ മുൻഷി എന്നെ നോമിനേറ്റ് ചെയ്തതാണല്ലോ ഓപ്പൺ നോമിനേഷൻസിന്റെ സമയത്ത്, അപ്പോൾ ഒരു പണി ഇരിക്കട്ടെ എന്നും അക്ബർ പറയുന്നുണ്ട് അപ്പാനിശരത്തിന്റെ ആര്യന്റെ അടുത്ത്. അക്ബറിന്റെ പുതിയ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ഒന്നും ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല, നല്ല ക്ഷീണമുണ്ട്. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് ശൈത്യ അനുമോളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ലൈവില്. എനിക്ക് തോന്നുന്നു ശൈത്യ പ്രതീക്ഷിച്ചിരുന്നത് അക്ബർ ശൈത്യനെ സേവ് ചെയ്ത് രേണുസുതിയെയോ അല്ലെങ്കിൽ അനീഷിനെയോ പുറത്തേക്ക് ഇടും എന്നായിരുന്നു. ആ ഒരു കണക്കുകൂട്ടൽ തെറ്റിയതിന്റെ ഒരു നീരസം ശൈത്യക്കുണ്ട് അക്ബറിന്റെ അടുത്ത്. അപ്പൊ അതാണ് ശൈത്യ അനുമോളോട് പറഞ്ഞുകൊണ്ടിരുന്നത്.